ബേപ്പൂരിലെ തോൽവിയിൽ നീറി PV അൻവറും അനുനായികളും. മണ്ഡലത്തിൽ UDFന് മികച്ച ലീഡ് പ്രതീക്ഷിച്ച മേഖലകളിൽ വോട്ട് കുറഞ്ഞതാണ് അൻവറിനെ ഒരു വിഭാഗം കാലുവാരി തോൽപ്പിച്ചതാണെന്ന നിഗമനത്തിന് കാരണം. പരാതി ഉയർന്നതോടെ ബേപ്പൂരിലെ തോൽവി അന്വേഷിക്കാൻ UDF നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച UDF കോഴിക്കോട് 13-ൽ 12 എണ്ണവും സ്വന്തമാക്കി റെക്കോർഡിട്ടു. എന്നാൽ മരുമോനിസവും പിണറായിസവും അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച PV അൻവറിന് മാത്രമാണ് തോൽക്കേണ്ടി വന്നത്. നാദാപുരം, പേരാമ്പ്ര, എലത്തൂർ തുടങ്ങിയ LDF കോട്ടകളൊക്കെ തകർന്നു വീണപ്പോഴാണ് ബേപ്പൂരിൽ അൻവറിന് വിജയിക്കാൻ കഴിയാതെ പോയത്. PV അൻവർ ലീഡ് പ്രതീക്ഷിച്ച രാമനാട്ടുകര, ഫറോക്ക് തുടങ്ങിയ നഗരസഭകളിൽ തിരിച്ചടി നേരിട്ടതാണ് തോൽവിക്ക് കാരണം. CPIMന് സ്വാധീനമുള്ള കോഴിക്കോട് കോർപ്പറേഷൻ മേഖലയിൽ PA മുഹമ്മദ് റിയാസ് 8000 ലീഡ് നേടിയാലും ഈ രണ്ട് നഗരസഭകളിലെ ലീഡ് കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നായിരുന്നു അൻവറിന്റെ കണക്കുകൂട്ടൽ. ഫറോക്കിൽ അൻവറിന് 2000 വോട്ടിന്റെയും രാമനാട്ടുകരയിൽ 5000 വോട്ടിന്റെയും ലീഡ് കിട്ടുമെന്നായിരുന്നു LDFന്റെ പോലും കണക്കുകൂട്ടൽ. എന്നാൽ ഫറോക്കിൽ അൻവറിന് കിട്ടിയത് വെറും 484 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. രാമനാട്ടുകരയിൽ 1520 വോട്ടിന്റെ ലീഡും ലഭിച്ചു. LDF വലിയ ലീഡ് പ്രതീക്ഷിച്ച കോർപ്പറേഷൻ മേഖലയിലും കടലുണ്ടി പഞ്ചായത്തിലും വോട്ട് കുറഞ്ഞപ്പോഴാണ് പിന്നിൽ നിന്നും കുത്തേറ്റതുപോലെ UDF മേഖലയിൽ അൻവറിന് വോട്ട് ചോർന്നത്. അൻവറിനെ തോൽപ്പിക്കാൻ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും സംശയമുയർന്നിട്ടുണ്ട്. വോട്ട് ചോർച്ച അന്വേഷിക്കുമെന്ന് UDF നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലം പരസ്യ പ്രതിഷേധമോ ആരോപണമോ അൻവർ വിഭാഗം ഉയർത്തുന്നില്ലെങ്കിലും ബേപ്പൂരിലെ തോൽവി ഇവർക്കിടയിൽ നീറിപ്പുകയുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.